തുടരുമ്പോൾ ഇപ്പോൾ കൊച്ചിയിൽ ചോദ്യം ചെയ്യലിന് ശേഷം എം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലമീൻ, എം മുകേഷ് MLA 2 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ മൂന്നാമത്തെ മണിക്കൂറിലേക്ക് എത്തുന്നു. ഇപ്പോൾ 1:15 സമയം. അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എം മുകേഷിന്റെ അറസ്റ്റ് പോലീസ് അരമണിക്കൂർ മുമ്പ് ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടി പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം മുകേഷ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. നേരത്തെ ഈ നടി ഉന്നയിച്ച ആരോപണങ്ങൾ, പരാതികൾ, അതിൽ എന്തൊക്കെ വിശദീകരണമാണ് അന്വേഷണ സംഘത്തിന് മുകേഷ് നൽകിയത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കോടതിയിലടക്കം തന്നെ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന കാര്യങ്ങൾ പറയുകയും അതനുസരിച്ചുള്ള തെളിവുകളും മറ്റും പലതും കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിരുന്നു മുകേഷ്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുകയായിരുന്നു എം മുകേഷ്. 10:30 മുകേഷ് അഭിഭാഷകർക്കൊപ്പം തീരദേശ പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. ഏതാണ്ട് 2.5 മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുകേഷിന്റെ. മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്. ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി സിനിമയിൽ അവസരം നൽകാം, അതോടൊപ്പം തന്നെ താരസംഘടനയായ AMMയിൽ അംഗത്വം നൽകാം എന്നൊക്കെ വാഗ്ദാനം. ആ പരാതിക്കെതിരെ പലതരത്തിലുള്ള തെളിവുകളുണ്ട്. പരാതിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ മുകേഷ് ഉന്നയിച്ചിരുന്നു. ഏതായാലും അതെല്ലാം ഈ അന്വേഷണ സംഘത്തിന് മുന്നിലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുകേഷിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാമ്യത്തിൽ വിടുകയും ചെയ്യും. അല്പം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മുകേഷ്. ഇപ്പോഴും ചോദ്യം ചെയ്യലിനായി പോയ തീരദേശ പോലീസ് ആസ്ഥാനത്തെ മുറിക്കുള്ളിൽ തന്നെ മുകേഷ് തുടരുകയാണ്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ജാമ്യത്തിൽ വിടുകയും ചെയ്യും. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും ജാമ്യക്കാരെത്തിച്ച് ജാമ്യം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അല്പസമയത്തിനകം മുകേഷ് ഈ തീരദേശ പോലീസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് വരികയും ചെയ്യും. സുജയ, ഈ ചോദ്യം ചെയ്യലിനൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എം മുകേഷ് പുറത്തേക്ക് വരികയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയായി. അറസ്റ്റ് നടപടിക്ക് വിധേയനായി MLAയും നടനുമായ എം മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഒരു പക്ഷേ മുകേഷിനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനില്ല. അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതുകൊണ്ട് അത്തരമൊരു നടപടിക്രമത്തിലേക്ക് പോകും. കാരണം പോലീസ് മുകേഷ് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വാഹനത്തിലേക്ക് കയറി പുറത്തേക്ക് പോവുകയാണ്. ഒരു പക്ഷേ മുകേഷിനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പോലീസ് അകമ്പടിയോടുകൂടി തന്നെയാണ് മുകേഷ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടേക്കുന്നു. ഒരു പക്ഷേ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി മെഡിക്കൽ രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇത് സംബന്ധിച്ചൊരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നതിനും പോലീസിന്റെ എം മുകേഷ് MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനകം തന്നെ മുൻകൂർ ജാമ്യം കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ മുകേഷിനെ പുറത്തുവിടും. ലൈംഗികാതിക്രമ കേസിൽ നടനും MLAയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ വെച്ച് തീരദേശ പോലീസിന്റെ സംസ്ഥാന ആസ്ഥാന ഓഫീസിൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.